നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കർക്കിടകൻ രാശിക്കാരെ, ഓഗസ്റ്റ് 23 മുതൽ 29 വരെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പതുക്കെ മാറിത്തുടങ്ങുന്ന ദിവസങ്ങളാണ് മുന്നിലുള്ളത്. പ്രത്യേകിച്ച് തടസ്സപ്പെട്ട ഒരു കാര്യം വീണ്ടും മുന്നോട്ട് പോകാനുള്ള സൂചന ഈ ആഴ്ച കാണാം. പക്ഷേ അതോടൊപ്പം എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറേണ്ടതില്ല എന്നൊരു മുന്നറിയിപ്പും ഈ ആഴ്ച നിങ്ങളുടെ രാശിക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ ഏറെ നാളായി കാത്തിരുന്ന ഒരു മറുപടി, തീരുമാനം, അവസരം, ഇതിലേതെങ്കിലും ഒന്ന് ഈ ആഴ്ച നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ സന്തോഷ വാർത്ത വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ പ്രധാന ദിവസങ്ങൾ ഏതൊക്കെയാണെന്നും സാമ്പത്തിക കാര്യത്തിൽ കർക്കിടകൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണെന്നും അവസാനം വരെ കേൾക്കുക. ജോലി ചെയ്യുന്ന കർക്കിടകൻ രാശിക്കാർക്ക് ഈ ആഴ്ച ഉത്തരവാദിത്തങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. ആദ്യം അത് ഒരു സമ്മർദ്ദമായി തോന്നിയാലും പിന്നീട് അത് തന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ അവസരമായി മാറാം. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന കാര്യത്തിൻ്റെ ഉദ്ദേശം ശരിയായിരുന്നാലും അത് മറ്റൊരാൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് മുമ്പ് ശ്രമിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നോ പരിചയത്തിലൂടെയോ പുതിയ വിവരം ലഭിക്കാം. ഉടൻ ഫലം കിട്ടിയില്ലെങ്കിലും ശ്രമം ഉപേക്ഷിക്കരുത്. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ബന്ധം ലഭിക്കാം. എന്നാൽ പണം മുടക്കുന്നതിന് മുമ്പ് രേഖകളും കരാറുകളും നന്നായി പരിശോധിക്കുക. മറ്റൊരാളുടെ വാക്ക് മാത്രം വിശ്വസിച്ച് തീരുമാനമെടുക്കാതിരിക്കുക. സാമ്പത്തികമായി ഈ ആഴ്ച കർക്കിടകൻ രാശിക്കാർക്ക് പതുക്കെ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു ചെറിയ വരുമാനം ലഭിക്കാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. അതേസമയം വീട്ടിലെ ചില ആവശ്യങ്ങൾക്കായി അധിക ചെലവ് വരാൻ സാധ്യത കാണുന്നു. പ്രധാനപ്പെട്ട കാര്യം, പണം കയ്യിൽ വന്ന ഉടനെ വലിയ വാങ്ങലുകളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ഈ ആഴ്ച ചെറിയൊരു തുക പോലും മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. കടം കൊടുത്ത പണം തിരികെ കിട്ടാനുള്ള ശ്രമം നടത്തുന്നവർക്ക് ഒരു സൂചനയോ മറുപടിയോ ലഭിക്കാം. എന്നാൽ കാര്യങ്ങൾ സൗമ്യമായി കൈകാര്യം ചെയ്യുക. കുടുംബത്തിൽ കുറച്ചു നാളായി നിലനിന്നിരുന്ന ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം സംസാരത്തിലൂടെ പരിഹരിക്കാവുന്ന സമയമാണ്. നിങ്ങൾ ആദ്യം സംസാരിക്കാൻ തയ്യാറാകുന്നതാണ് പല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുക. വിവാഹിതരായവർക്ക് പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ചെറിയ കാര്യങ്ങളെ വലുതാക്കി കാണുന്നത് നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് ഒരു പുതിയ ആലോചന വരാം. പക്ഷേ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് കുടുംബാംഗങ്ങളുമായി ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. പ്രണയിക്കുന്ന കർക്കിടകൻ രാശിക്കാർക്ക് ഈ ആഴ്ച വികാരങ്ങൾ കൂടുതലായി പ്രകടിപ്പിക്കുന്ന സമയമായിരിക്കും. നിങ്ങളെക്കുറിച്ച് മറ്റൊരാൾക്ക് എന്താണ് തോന്നുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് വർദ്ധിക്കും. ചിലർക്ക് ഏറെ നാളായി സംസാരിക്കാത്ത ഒരാളിൽ നിന്ന് സന്ദേശം ലഭിക്കാനും സാധ്യത കാണുന്നു. എന്നാൽ പഴയ ബന്ധത്തിലേക്ക് ഉടൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് മുന്നിലുള്ളത്. പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവർക്ക് മുമ്പ് പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർമ്മിക്കാൻ സാധിക്കുന്നതുമാണ്. പഠനത്തിൽ പിന്നിലായ ഭാഗങ്ങൾ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിന് പകരം സ്വന്തം പുരോഗതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ ആഴ്ച നിങ്ങൾക്ക് ഗുണം ചെയ്യുക. ആരോഗ്യകാര്യത്തിൽ വലിയ ആശങ്കകൾക്കിട നൽകാതെ ഉറക്കത്തിനും വിശ്രമത്തിനും പ്രാധാന്യം നൽകേണ്ടതാണ്. തിരക്കിനിടയിൽ ഭക്ഷണം ഒഴിവാക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുക. ശരീരത്തിൽ അസ്വസ്ഥത തുടരുകയാണെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് പകരം മാതാപിതാക്കളോടോ വിശ്വസനീയമായ മുതിർന്നവരോട് പറയുകയും ആവശ്യമായാൽ ഡോക്ടറുടെ ഉപദേശം തേടുകയും ചെയ്യുക. ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കർക്കിടകൻ രാശിക്കാരെ, ഈ ആഴ്ച നിങ്ങൾ പിന്നോട്ട് വലിക്കാൻ പോകുന്ന വലിയൊരു പ്രശ്നമല്ല, മറിച്ച് അധികം ചിന്തിക്കുന്ന സ്വഭാവവും മറ്റുള്ളവരുടെ അഭിപ്രായത്തെ അമിതമായി പ്രാധാന്യം നൽകുന്നതുമാണ്. ഈ തീരുമാനം എടുക്കേണ്ടി വന്നാൽ
എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുക. പക്ഷേ അവസാന തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് പണം, ജോലി, പുതിയ കരാർ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ തിടുക്കം ഒഴിവാക്കുക. ഈ ആഴ്ചയിലെ വഴിപാട് വിവരങ്ങൾ നോക്കാം. കർക്കിടകൻ രാശിക്കാർക്ക് കുടുംബക്ഷേമത്തിനും മനസ്സമാധാനത്തിനുമായി തിങ്കളാഴ്ചയോ നിങ്ങൾക്ക് സൗകര്യമുള്ള മറ്റൊരു ദിവസമോ ശിവക്ഷേത്രം ദർശനം നടത്താം. കഴിയുമെങ്കിൽ ജലധാരയോ പുഷ്പാർച്ചനയോ നടത്തുക. വഴിപാടുകൾ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് കാണേണ്ടത്. അതോടൊപ്പം നിങ്ങളുടെ പ്രായോഗിക ശ്രമങ്ങളും തുടരുക. മന്ത്രം ഓം നമഃ ശിവായ രാവിലെയോ വൈകുന്നേരമോ മനസ്സിന് ശാന്തമായി മാക്കി വിശ്വാസത്തോടെ ജപിക്കാവുന്നതാണ്. ഭാഗ്യനിറം വെള്ള, ഭാഗ്യസംഖ്യ 2. കർക്കിടകൻ രാശിക്കാരെ ഓഗസ്റ്റ് 23 മുതൽ 29 വരെ നോക്കുമ്പോൾ ഈ ആഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിന്നുപോയ കാര്യങ്ങളിൽ വീണ്ടും ചലനം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്. ഒരു വാർത്ത കാത്തിരിക്കുന്നവർക്ക് മറുപടി ലഭിക്കാനും ഒരു അവസരത്തിനായി ശ്രമിക്കുന്നവർക്ക് പുതിയ വഴി തുറക്കാനും സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാനും എന്നാൽ അതോടൊപ്പം തിടുക്കത്തിൽ തീരുമാനങ്ങൾ ഒഴിവാക്കേണ്ടതും ഈ വാരം വളരെ പ്രധാനമാണ്. ഓർക്കുക, എല്ലാ അവസരങ്ങളും വലിയ ശബ്ദത്തോടെ വരണമെന്നില്ല. ചിലപ്പോൾ വളരെ ചെറിയൊരു സന്ദേശമായിരിക്കും പിന്നീട് വലിയ മാറ്റത്തിന് തുടക്കമാകുന്നത്. ഇത് കർക്കിടകൻ രാശിക്കാർക്ക് പൊതുവായ ആഴ്ചഫലമാണ്. നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ജ്യോതിർവാണിയിലേക്ക് വീണ്ടും വരൂ. അടുത്ത രാശിയുടെ ഫലവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.